സ്നേഹവും സൗഹാർദ്ദവും ഇഴവാകിയ നിമിഷങ്ങളുടെ ധന്യതയിൽ കെ.പി. ശ്രീശന്റെ ജീവിതാനുഭവ കുറിപ്പായ സൗഹൃദശ്രീ പ്രകാശനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിഹ് മഠത്തിന് ആദ്യ കോപ്പി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഒരു വ്യാപാരിയുടെ കന്നിപ്പുസ്തകം എന്ന പ്രത്യേകതയും ഈ ബുക്കിനുണ്ട്. സൗഹൃദശ്രീ എന്ന ഈ ചടങ്ങിന് മുഖക്കുറി കുറിക്കാൻ സന്നദ്ധമായതും സൗഹൃദത്തിൻ്റെ ഈ വർത്തമാനകാലത്തെ ഒരു അനുഭവ സാക്ഷ്യം ആണ് എന്നതുകൊണ്ടാണ്. മറ്റേതെങ്കിലും വാക്കുകൾ കൊണ്ട് അത് രേഖപ്പെടുത്താനേ കഴിയില്ല. അത്രയേറെ സൗഹൃദമായ ഒരു ആത്മബന്ധത്തിന് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ആമുഖമെഴുതിയ ഒരു വ്യക്തിയാണ് ശ്രീശൻ. ആ ശ്രീശന്റെ ജീവിതത്തിലെ ഓരോ പദവിന്യാസങ്ങളും ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളുമായും കുടുംബങ്ങളുമായി ബന്ധമുണ്ട്. കണ്ണൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രാഷ്ട്രീയ പൂർവ്വസ്ഥിതിയുമായി ബന്ധമുണ്ട്. നിരവധി വിഷയങ്ങളുമായി ബന്ധമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സൗഹൃദ ബന്ധത്തിൻ്റെ പശ്ചാത്തലം എന്ന് ഞാനിവിടെ പറയും. കണ്ണൂർ ചൊവ്വ സ്വദേശിയായ ഗ്രന്ഥകർത്താവ് കുന്താപുരത്ത് വസന്ത ബേക്കറി എന്ന വ്യാപാര സ്ഥാപനം നടത്തുകയാണ്. 40 വർഷമായി അവിടെ കഴിയുന്ന ശ്രീശൻ ഈ കാലയളവിനുള്ളിൽ ബന്ധമുണ്ടാക്കിയത് സംസ്ഥാനത്തിനകത്തും പുറത്തും തലപൊക്കമുള്ള എഴുത്തുകാരും കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുമായാണ്. കെ.ജെ. യേശുദാസ്, പി. ജയചന്ദ്രൻ, ശ്രീകുമാരൻ തമ്പി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, മമ്മൂട്ടി, മധു, സി. രാധാകൃഷ്ണൻ, സുകുമാർ അഴീക്കോട്, ഗോപിനാഥ് മുതുകാട് തുടങ്ങി തികച്ചും സാധാരണക്കാരായവർ വരെ കെ.പി. ശ്രീശന്റെ സൗഹൃദ പട്ടികയിലുണ്ട്. പുസ്തക പ്രകാശന ചടങ്ങിൽ ഇ.എം. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഒ.സി. മോഹൻരാജ്, അരയാക്കണ്ടി സന്തോഷ്, പി. ശശീന്ദ്രൻ, ടി.കെ. രാജേന്ദ്രൻ, ഡോക്ടർ മുരളി മോഹനൻ, യു. ബാബു ഗോപിനാഥ്, കെ. ബാലകൃഷ്ണൻ, ടി.കെ. രമേഷ് കുമാർ, മഹേഷ് ചന്ദ്രബാലിക, ഒ.എൻ. രമേശൻ, സി. സുനിൽകുമാർ, എം.ടി. മനോജ്, ദിനകരൻ കുമ്പിലത്ത്, പ്രകാശൻ പയ്യനാടൻ, കെ.ടി. രാജു, ഒ. അബൂട്ടി, കണ്ണൂർ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. ഏത് ആപൽഘട്ടങ്ങളിലും നമുക്ക് ധൈര്യവും നമുക്ക് വേണ്ടുന്ന ഒരു സുരക്ഷയും ഒരു പൊരുതാനുള്ള ആർജവും ഒക്കെ തന്നത് അഷ്റഫാണ്. അതിൽ പ്രധാനി മറ്റൊരാൾ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ദിവംഗതനായ ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഞാൻ പരിചയപ്പെട്ട ഇടത്തോളം ഒരുവിധം കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരുമായി എനിക്ക് നല്ല ബന്ധമാണ്. ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലുള്ളൊരു വ്യക്തിയെ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അഷ്റഫാണ് പുനത്തിലിന് ആദ്യമായിട്ട് എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നു. തലശ്ശേരിയിൽ അഷ്റഫിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അദ്ദേഹത്തിന് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഗസ്റ്റായിട്ട് വരണമെന്ന് വളരെ നിർബന്ധം. അങ്ങനെ അഷ്റഫിനെ കൊണ്ട് പുനത്തിലിനെ ആ വീട്ടിൽ ഗസ്റ്റായി വന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഞാൻ കുന്താപുരത്താണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, ശ്രീച, എനിക്ക് മൂകാംബികയിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ്. ഞാൻ വിചാരിച്ചു ഈ ഒരു മുസ്ലിമായ ഇയാൾ എന്താണ് എന്നോടിങ്ങനെ ആവശ്യപ്പെടുന്നത്, വെറുതെ ആയിരിക്കും എന്ന് കരുതി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ഫോണ് നോക്കുമ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. നമ്മളൊക്കെ സ്നേഹത്താൽ കുഞ്ഞിക്കാന്ന് വിളിക്കുക. കുഞ്ഞിക്ക എന്താ ശ്രീച്ച, ഞാനെന്ന് പറഞ്ഞില്ലേ ഞാൻ മൂകാംബികയിൽ വരുന്നുണ്ടെന്ന്, നമുക്കൊന്ന് പോയിക്കൂടെന്ന്. അപ്പോൾ എനിക്ക് ആകെ ഭയം തോന്നി. കാരണം ഇയാളോടിപ്പോൾ എന്താണ് സമാധാനം പറയുക. അവിടെ കുഞ്ഞിക്ക എന്നോട് പറയുകയാണ്, ശ്രീച്ച പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഞാൻ പറ്റുമെന്ന് പറഞ്ഞു.